ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികയേ നമഃ. ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രാക്കുളം ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തെ പറ്റിയാണ്. കൊല്ലം ജില്ലയിലെ തൃക്കരുവ എന്ന സ്ഥലത്താണ് ശ്രീ കുമാരമംഗലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാര മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്തിന് മണലിൽ ക്ഷേത്രമെന്നും പറയുന്നു. ഈ ക്ഷേത്രം നിർമ്മിക്കാനുണ്ടായ കാരണം തെക്കേച്ചേരിയിൽ തിനവിള വീട്ടിൽ നീലകണ്ഠൻ ചെറുപ്പം മുതലേ ഒരു മുരുക ഭക്തനായിരുന്നു. അയാൾ ആണ്ടുതോറും പളനിയിൽ പോവുകയും ഒരിക്കൽ പളനിയിൽ പോയിട്ട് തിരികെ വരുമ്പോൾ ഒരു മുരുക ഭഗവാന്റെ വെള്ളി വിഗ്രഹവും ഒരു വേലും ഒരു പടവും വാങ്ങിക്കൊണ്ടുവന്നു. അത് വീടിനടുത്ത് തന്നെ ഒരു കൊച്ചു ക്ഷേത്രമുണ്ടാക്കി അവിടെ വെച്ച് പൂജിച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ അയാളുടെ 2 മക്കളും ദുർമരണപ്പെട്ടു മരിച്ചുപോയി. ആകെ ദുഃഖിതനായി തീർന്നു അയാൾ അതിനുശേഷം ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണമെന്ന് പ്രശ്നം വെച്ച് നോക്കി. ഈ പ്രശ്നത്തിൽ തെളിഞ്ഞത് അയാള് കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നെന്നും മുജ്ജന്മ പാപമാണ് ഈ സന്താനനാശത്തിന് കാരണമെന്നുമാണ്. വീട്ടിൽ അശുദ്ധിയുള്ളതിനാൽ ക്ഷേത്രം ഈ വീട്ടുവളപ്പിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നും പറഞ്ഞു. ഈ സമയമൊക്കെയും ഗുരുദേവൻ പ്രാക്കുളത്ത് വലിയ മഠം ക്ഷേത്രത്തിൽ സന്ദർശിക്കുക പതിവായിരുന്നു. ഒരു ദിവസം ഗുരുദേവൻ ഈ പഞ്ചാരമണൽ പുറത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ മുരുകന്റെ സാന്നിധ്യമുണ്ടതായിട്ട് ഗുരുവിന് മനസ്സിലായി. ഇവിടെ മുരുകക്ഷേത്രം പണിയണമെന്ന് കൂടി നിന്നവരോട് പറഞ്ഞു. ഗുരുദേവനാൽ സ്ഥാനം കണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ് കുമാരമംഗല ക്ഷേത്രം. തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ കോവിലിന്റെ മാതൃകയിലാണ് ഈ ക്ഷേത്രം ഇവിടെ പണിതിരിക്കുന്നത്. ഈ ക്ഷേത്രത്തില് ഉപദേവനായിട്ട് ഗണപതിയെയും ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു. ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യന്റെ വേലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പളനിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളി വിഗ്രഹവും പടവും അമ്പലത്തിനകത്ത് തന്നെ വെച്ചു. നിത്യവും വിളക്ക് വെക്കണമെന്ന് ഗുരുദേവൻ കൽപ്പിച്ചു. അതുപോലെ അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്കായി തീർത്ത വിഗ്രഹം അവിടെയുള്ള കിണറ്റിലേക്ക് എടുത്തിടാനും ഗുരുദേവൻ പറഞ്ഞു. എന്നിട്ട് ഇപ്രകാരം കൂടി നിന്നവരോടായി പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ശൂലപ്രതിഷ്ഠ മതി. ഭാവിയിൽ ഇവിടെ ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിക്കൊള്ളും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ നീലകണ്ഠന് സുഖമില്ലാതെയായി. അതോടെ അമ്പലകാര്യങ്ങൾ നടത്താൻ പറ്റാതെ വന്നു. ആ സമയത്ത് നീലകണ്ഠൻ സ്വമനസാലെ അമ്പലവും സ്ഥാവര ജംഗമ വസ്തുക്കളും ഗുരുദേവന്റെ പേരിൽ എഴുതി കൊടുത്തു. കണ്ണൻ ശാന്തിയായിരുന്നു ഇവിടുത്തെ നിത്യ പൂജാ കാര്യങ്ങൾ നടത്തിയിരുന്നത്. കുംഭമാസത്തിലെ വിശാഖ നാളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. കാക്കാരിശി നാടകം, കഥകളി, ഓട്ടൻതുള്ളൽ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പ്രധാന ഉത്സവ പരിപാടികൾ. ഏറ്റവും പ്രധാനം കെട്ടുകാഴ്ചയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും ചെറിയ വണ്ടിക്കുതിരയുമൊക്കെയായിരുന്നു. ഇപ്പോൾ ഗജവീരന്മാരുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രത്യേകത ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാരും ഈ ഉത്സവത്തിൽ പങ്കുകൊള്ളും എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ വേറൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും ഒന്നിച്ചുകൂടാം. നന്ദി, നമസ്കാരം. ഗുരുവോ.